മെസ്സി, എംബാപ്പെ, ഹാലൻ, പിന്നെ ക്രിസ്ത്യാനോ റൊണാൾഡോ. ഫുട്ബോളിലെ 4 വ്യത്യസ്ത തലമുറകളെ പ്രതിനിധീകരിക്കുന്ന 4 സൂപ്പർ താരങ്ങൾ. ഈ ലോകകപ്പിൽ അർജന്റീനയുടെ കഥ തുടങ്ങുന്നത് മെസ്സിയിൽ നിന്നാണ്. അൾജീരിയക്കെതിരെ ഹാട്രിക്കും ഓസ്ട്രിയക്കെതിരെ ഇരട്ടകളും അങ്ങനെ ക്യാപ്റ്റൻ വീണ്ടും ലോകകപ്പിനെ തന്റെ വേദിയാക്കി മാറ്റുകയാണ്. ലോക ചരിത്രത്തിലെ ഏറ്റവും കൂടുതൽ ഗോൾ നേടിയ താരമായി അദ്ദേഹം മാറി. മറുവശത്ത് ഫ്രാൻസിനായി എംബാപ്പെ. സെനഗലിനും ഇറാഖിനുമെതിരെ ഇരട്ട ഗോളുകൾ നേടി ലോക ചരിത്രത്തിലെ ടോപ്പ് സ്കോറർമാരുടെ പട്ടികയിൽ അദ്ദേഹം ഇപ്പോൾ മിറസ്ലോവ ക്ലോസയ്ക്ക് ഒപ്പമെത്തിയിരിക്കുകയാണ്. വേഗതയും ഫിനിഷിംഗും ചേർന്നപ്പോൾ ഫ്രാൻസ് വീണ്ടും കിരീടവേട്ടക്കാരായി മാറുന്നു. അതേസമയം ഹാലൻഡിന്റെ ശക്തിയും ഗോൾ വേട്ടയും മുന്നിൽ നിർത്തി നോർവേ ലോകത്തെ ഞെട്ടിച്ചുകൊണ്ടിരിക്കുകയാണ്. ഓരോ അവസരവും ഗോളാക്കി മാറ്റുന്ന ഹാലൻഡ് ഇപ്പോൾ ഗോൾഡൻ ബൂട്ട് പോരാട്ടത്തിൽ മറ്റുള്ളവർക്ക് ശക്തമായ വെല്ലുവിളിയാണ്. പക്ഷേ ഇന്ന് ഫുട്ബോൾ ലോകത്തിന്റെ ശ്രദ്ധ പിടിച്ചുപറ്റിയത് മറ്റൊരാളാണ്. മറ്റാരുമല്ല, ക്രിസ്ത്യാനോ റൊണാൾഡോ. ഉസ്ബെക്കിസ്ഥാനെതിരെ 2 അതിമനോഹര ഗോളുകൾ. 40-ാം വയസ്സിലും ഗോൾ വേട്ടയ്ക്ക് ഒരു കുറവും വന്നിട്ടില്ല എന്ന് അദ്ദേഹം വീണ്ടും തെളിയിച്ചു. 6 വ്യത്യസ്ത ലോകകപ്പുകളിൽ ഗോൾ നേടിയ ഏക താരമാണ് ക്രിസ്ത്യാനോ റൊണാൾഡോ. 2006 മുതൽ 2026 വരെ 2 പതിറ്റാണ്ടുകളായി ലോകവേദിയിൽ തന്റെ സാന്നിധ്യം അറിയിച്ച താരം. മെസ്സി ചരിത്രം സൃഷ്ടിക്കുന്നു, എംബാപ്പെ ചരിത്രത്തെ പിന്തുടരുന്നു, ഹാലൻ പുതിയ ചരിത്രം എഴുതാൻ ശ്രമിക്കുന്നു. ആൻഡ് റൊണാൾഡോ എന്റെ കഥ ഇനിയും അവസാനിച്ചിട്ടില്ല എന്ന് വീണ്ടും തെളിയിക്കുകയാണ്. ഇപ്പോൾ ഗോൾഡൻ ബൂട്ട് പോരാട്ടം അത്രത്തോളം ആവേശകരമാണ്. മെസ്സി 5 ഗോളുകളുമായി മുന്നിൽ, തൊട്ടുപിന്നിൽ എംബാപ്പയും ഹാലൻഡും. ഫുട്ബോളിലെ ഡിഫറെന്റ് ജനറേഷൻസ്, ഒരു ഇതിഹാസം, ഒരു സൂപ്പർ സ്റ്റാർ, ഒരു ഗോൾ മെഷീൻ. അതോടൊപ്പം 40-ാം വയസ്സിൽ ലോകത്തെ വിസ്മയിപ്പിക്കുന്ന മറ്റൊരു ഇതിഹാസം. സോ മൈ ക്വസ്റ്റ്യൻ ഈസ്, നിലവിലെ ഏറ്റവും മികച്ച ഫോമിലുള്ള താരം ആരാണ്? മെസ്സി, എംബാപ്പെ, ഹാലൻ ഓർ CR7? കമന്റ് യുവർ പ്രഡിക്ഷൻ.